ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഓമപ്പൊടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഈ ഓമപ്പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു 2 കപ്പ് അളവിൽ കടലമാവ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ് ഓമം. ഈ ഓമം ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഓമം എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ അങ്ങനെ ചേർക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടും ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രവും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇടുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് അധികം എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടിയാണ്. അപ്പോൾ കായപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്, അത് തന്നെ മതിയാവും. എണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, നമ്മുടെ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കയ്യിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കുഴച്ച് കിട്ടാനായിട്ട്. നന്നായിട്ട് ഹാർഡായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ടല്ലേ വീഴത്തില്ല. അതിൻ്റെ പേരിലാണ്. ഈ ടൈമിൽ വീണ്ടും നമുക്കിതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കയ്യിലൊന്നും ഒട്ടാതെ നല്ല സ്മൂത്ത് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ മാവ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിരിക്കേണ്ടത്. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇന്ന് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ വലിഞ്ഞു പോകും. ഈ ഒരു രീതിയിൽ മാവ് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. സാധാരണ ഓമപ്പൊടി തയ്യാറാക്കുന്നത് ഇതുപോലെ ചെറിയ ഹോളുള്ള അച്ച് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഈ അച്ചിലല്ല തയ്യാറാക്കി എടുക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓമം മുഴുവനായിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഓമം എല്ലാം ഇതിനുള്ളിൽ ഈ ഹോളിലേക്ക് അടഞ്ഞു വന്നിരുന്നിട്ട് അതിൽ കറക്റ്റായിട്ട് പ്രസ്സായി വീഴില്ല. അതിൻ്റെ പേരിൽ കുറച്ചുകൂടി വലിയ സൈസിലാണ് ഇപ്പോൾ നമ്മൾ അച്ചിലിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമ്മുടെ ഓമപ്പൊടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഞാനിപ്പോൾ നമ്മുടെ സേവനാഴിയിലേക്ക് മാവെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത കംപ്ലീറ്റ് മാവും ഈ സേവനാഴിയിൽ ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കി മാവൊന്നുമില്ല. ഇനി പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഫസ്റ്റ് നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പുറത്തായിട്ട് ഒരുപാട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ ആ സെൻറ്ററിലുള്ള ഭാഗം നല്ലതുപോലെ വെന്തിട്ടില്ല. അതിൻ്റെ പേരിലാണ്. 1 മിനിറ്റ് കൂടി വേണ്ട നമുക്ക് ഓമപ്പൊടി തയ്യാറാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും. 2 സൈഡും നല്ലതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയ അച്ച് വെച്ചിട്ട് കൂടി ചെറുതായിട്ടൊന്ന് ഓമപ്പൊടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഓമപ്പൊടി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പുറത്തുനിന്നൊന്നും പോയി നമുക്ക് ഈ ഓമപ്പൊടി വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. ഈ ഓമപ്പൊടി കഴിച്ചു തുടങ്ങിയാൽ പിന്നെ പാത്രം കാലിയാക്കിയിട്ടേ നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ബോട്ടിലാക്കി നമുക്കിത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ എടുത്ത മാവിൽ നിന്നും ഇത്രയും ഓമപ്പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ കുറച്ച് മാവാണ് എടുത്തിട്ടുള്ളതെങ്കിലും കുറച്ചധികം ഓമപ്പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.